നമസ്കാരം. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ഗജലക്ഷ്മി രാജയോഗം ആരംഭമാകാൻ പോവുകയാണ്. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനാണ് വ്യാഴം. വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായാണ് ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളാൻ പോകുന്നത്. ഇതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് ഏപ്രിൽ മാസത്തിന് ശേഷം കടന്നു വരാൻ പോകുന്നത്. ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി ഇവിടെ വ്യാഴം പ്രദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത്. 9 നക്ഷത്രക്കാരെ തേടി മഹാഭാഗ്യമാണ് 12 വർഷങ്ങൾക്ക് ശേഷം വന്നണയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. തൊഴിലിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതാണ്. ധനധാന്യ സമൃദ്ധി വ്യാഴം ഗജലക്ഷ്മി രാജയോഗ രൂപത്തിൽ ഈ 9 നക്ഷത്രക്കാർക്കും പ്രദാനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫലമായി എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞ് ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നു. ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്കാണ്. മിഥുനം രാശിയിൽ ജനിച്ച ഇവർക്ക് ഗജലക്ഷ്മി രാജയോഗം അനുകൂലമായ ധാരാളം ഫലങ്ങളെയാണ് നൽകാൻ പോകുന്നത്. ഇവരുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം, മിഥുനം രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് രാജയോഗം രൂപം കൊള്ളാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനം രാശിയിൽ ജനിച്ച മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. കൂടാതെ ശുക്രൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം കൂടി ഇവിടെ ഉണ്ടാകുന്നതിനാൽ തന്നെ വിവാഹം യോഗമാണ് തെളിയുന്നത്. അതായത് വിവാഹം വൈകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹ പ്രശ്നങ്ങൾ എന്തെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം നേരിടുന്നവർക്കും ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അകന്നു കഴിയുന്നവരാണെങ്കിൽ പോലും ശുക്രൻ്റെ സ്വാധീനം കൂടി ഇവിടെ ഉള്ളതിനാൽ തന്നെ അകൽച്ചയൊക്കെ മാറി ഒന്നാകാൻ സാധിക്കുന്നതാണ്. അതേപോലെ വിവാഹിതരാകാൻ ഉത്തമ വിവാഹം ലഭിക്കാതെ വലയുന്നവർക്കും ഉത്തമ വിവാഹ യോഗം കൂടി ഇവിടെ ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ്റെ സ്വാധീനം കൂടി ഇതിലെടുത്തു പറയേണ്ടതാണ്. സമ്പത്ത്, സൗഭാഗ്യം, എല്ലാവിധ നേട്ടങ്ങളും സമ്പാദ്യം വളരെയധികം വർദ്ധിക്കും. സമ്പാദ്യം വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് സമ്പാദ്യത്തിനുള്ള വഴി കൂടിയാണ് ശുക്രനും വ്യാഴവും തുറന്നു കൊടുക്കുന്നത്. സമ്പത്തിൻ്റെ വളരെയധികം ഒരു ഗണ്യമായ തോതിലുള്ള മാറ്റം കൂടി ഗജലക്ഷ്മി രാജയോഗം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലായിരിക്കും ഈ വ്യാഴവും ശുക്രനും വളരെയധികം സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് ഏറെക്കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികളൊക്കെ മാറുകയും കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടരാണ് നിങ്ങൾ. അതിനുള്ള ഫലം ലഭിക്കുകയും പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് വ്യാഴവും ശുക്രനും ഇവിടെ നൽകുന്നത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. അതേപോലെ ജോലിയിൽ പ്രമോഷന് ഉള്ള സമയം കൂടി ഉണ്ടാകുന്നു. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പുതിയ തലത്തിലേക്ക് ഉയരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കൂടുതൽ ഉന്നതിയിലേക്ക് പോകാനും ഇവിടെ വഴിയൊരുക്കുന്നു. കാരണം വ്യാഴവും ശുക്രനുമാണ് അനുഗ്രഹത്തിൽ വരുന്നത്. അപ്പോൾ ഗജലക്ഷ്മി രാജയോഗം വളരെയധികം ലാഭകരമായ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ പോകുന്നത്. കുടുംബത്തിലേക്കൊരു സന്തോഷകാലം, ഒരുപാട് നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ സന്തോഷം തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്താൻ സാധിക്കും. എക്സാമുകൾ നല്ല റിസൾട്ട്, ഉന്നത നിലവാരം പുലർത്താൻ സാധിക്കും. കൂടാതെ ആഗ്രഹിച്ച കോഴ്സുകൾ പഠിക്കാനും അതോട് സംബന്ധിച്ച് വിദേശത്തേക്കൊക്കെ പോകാനുമുള്ള ഭാഗ്യവും ഗജലക്ഷ്മി രാജയോഗം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലമായി ഭാഗ്യം ലഭിക്കുന്ന അടുത്ത നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കാണ്. 10ാം ഭാവത്തിലാണ് ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യവും കർമ്മമേഖല നേട്ടവുമാണ് പ്രതീക്ഷിക്കേണ്ടത്. കർമ്മമേഖല അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് വളരെയധികം നല്ല സമയമാണ്. ഇനി ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കും നല്ല ഉത്തമമായ ജോലി ലഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ചില മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ എത്ര നല്ല കഠിനമായി അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം.
അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ അനുഭവിക്കുന്നുമുണ്ട്. അതിനിവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയം തന്നെയാണ്. ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിലവിലൊരു ജോലിയിൽ ഇരിക്കുമ്പോൾ വേറൊരു ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ശ്രമിച്ചാൽ നല്ല സമയമാണ്. ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നതിനാൽ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ, നല്ല സമയമാണ്. ആഗ്രഹിച്ചതുപോലെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ സാധിക്കും. കടമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോണൊക്കെ സാങ്ഷൻ ആവാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ആ ലോൺ നിമിത്തം പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതൊക്കെ വഴിമുട്ടി നിൽക്കുന്നു. ആ ലോണാണ് ഇവിടെ ലഭിക്കാതെ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലഭിക്കാതിരിക്കുന്ന പണങ്ങളും അല്ലെങ്കിൽ ധനവുമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രനും വ്യാഴവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ചില ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനുള്ള, അതായത് ഇപ്പോൾ വീടുകളിൽ തന്നെ ചെറിയ കുടിൽ വ്യവസായം എന്ന് പറഞ്ഞതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും അത് വലിയ രീതിയിൽ വിപുലീകരിക്കാനും പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം മെയ് ആദ്യം മുതലൊക്കെയുള്ള സമയം സാമ്പത്തികമായി ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമല്ല. സമ്പത്തിനെ ഓർത്തുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. കൂടാതെ അവിവാഹിതരായ ആളുകൾക്ക് ശുക്രൻ്റെ അനുഗ്രഹവും ഇവിടെ ഉള്ളതിനാൽ തന്നെ അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗം ഉണ്ടാകുന്നുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ പൊതുവെ ഒരു സന്തോഷ കാലഘട്ടം തന്നെയാണ് ഗജലക്ഷ്മി രാജയോഗം നിമിത്തം വന്നണയുന്നത്. അവിട്ടം, ചതയം, പൂരിട്ടാതി ഇവയാണ് ഇനി അടുത്ത 3 നക്ഷത്രക്കാർ. ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെയധികം ഉണ്ടാവുകയാണ്. ഗജലക്ഷ്മി രാജയോഗം നിമിത്തം 5ാം ഭാവത്തിലാണ് ശുക്രൻ്റെ സ്വാധീനവും വ്യാഴത്തിൻ്റെ സ്വാധീനവും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനുകൂല സമയം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റേതായ പ്രാരംഭ നടപടികൾ, ഒരു പ്രൈമറി കാര്യങ്ങൾ എന്നോണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനൊക്കെ ഈ ഒരു സമയം സാധിക്കും. വരുമാനം ഇരട്ടിയാകുന്നതാണ്. നേരത്തെ ചെയ്ത പല കാര്യങ്ങളിൽ നിന്നും പരാജയം ഉണ്ടായെങ്കിൽ പോലും അതിന് വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഇവിടെ വ്യാഴവും ശുക്രനും അനുകൂലത്തിലായതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇനിയും ഒന്നുകൂടി പുനരാരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. ഈ ഒരു സമയത്തിൽ, അതായത് ഈ ഗജലക്ഷ്മി രാജയോഗം നിമിത്തം വേറൊരു ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവിടേക്കും നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ എത്തിച്ചേരാനായി സാധിക്കുന്നതാണ്. ശമ്പള വർധനവിൻ്റെ സ്ഥാനക്കയറ്റത്തിൻ്റെയൊക്കെ സമയം കൂടിയാണ്. ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ തന്നെ ഏത് കാര്യം നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിറങ്ങിയാലും അതിനൊരു പിന്നോട്ടാവേണ്ട അവസ്ഥയില്ല, മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിജയം കൊയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ സയൻസ് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ MBBS പഠിക്കണം, മെഡിസിൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും പല കുട്ടികളും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ലോൺ സാങ്ഷൻ ആവുന്നില്ല, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിന് ശേഷം മെയ് മാസം ആരംഭം മുതൽ തന്നെ അതിന് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ശുക്രനും വ്യാഴവും അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആഗ്രഹിച്ച പഠിത്തം അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിനൊക്കെയുള്ള അഡ്മിഷനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും വിദ്യയുമായി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല മാറ്റത്തിൻ്റെ സമയമാണ്. അതേപോലെ പ്രണയിക്കുന്നവർക്ക് ശുക്രൻ അനുകൂലമായതിനാൽ തന്നെ പ്രേമകാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ കൂടി മാറുകയാണ്. അതേപോലെ തന്നെ ദമ്പതികൾക്കിടയിലെ കാര്യം പറഞ്ഞാൽ ദാമ്പത്യപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും അകലുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഗജലക്ഷ്മി രാജയോഗം ശുക്രനും വ്യാഴവും അനുകൂലത്തിൽ വന്നത് നിമിത്തം 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് മഹാഭാഗ്യം വന്നണയാനായി പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.